ക്ഷമിക്ക്. ഞാൻ മനഃപൂർവ്വം അല്ലല്ലോ ഈ ഫോട്ടോ ഉടച്ചത്. ആ പൊതി അഴിച്ചു കൊടുക്കാന്ന് പറഞ്ഞ് ഞാൻ ചോദിച്ചപ്പോ വസുന്ധരാന്റിക്ക് അത് വിട്ടു തന്നാൽ എന്തായിരുന്നു കുഴപ്പം? ഇനി ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. തെറ്റെന്റേത് തന്നെയാ. പ്ലീസ് എന്നോടൊന്നും മിണ്ട്. നിന്റെ സ്ഥിര ഏർപ്പാടാണല്ലോ ഇത്. ചെയ്യേണ്ടതൊക്കെ ചെയ്തു വെക്കും, എന്നിട്ട് വന്ന് ക്ഷമ പറയും. എല്ലാ തവണയും ഞാൻ ക്ഷമിക്കുന്നതുകൊണ്ടാണല്ലോ ഇങ്ങനെ ആവർത്തിക്കുന്നത്. ഒരിക്കൽ പൊട്ടിപ്പോയ ഫോട്ടോ വീണ്ടും ഫ്രെയിം ചെയ്തു കൊണ്ടുവന്നപ്പോ എനിക്കൊരാശ്വാസം തോന്നിയതായിരുന്നു. അപശകുനങ്ങളൊക്കെ ഇതോടെ ഒഴിഞ്ഞു പോകുമെന്ന് ചിന്തിച്ചതാ. പക്ഷെ അത് നീയായിട്ട് തന്നെ ഇല്ലാതാക്കി. എന്ത് സാധിക്കാനായിരുന്നു നീ വേഗം ഓടി വന്ന് വസുന്ധരയുടെ കയ്യിൽ നിന്ന് ഫോട്ടോ പിടിച്ചു വാങ്ങാൻ നോക്കിയത്? ഇത് പൊട്ടിച്ചപ്പോ സമാധാനായോ നിനക്ക്? വസു പറഞ്ഞത് സത്യം. ഞാൻ എന്റെ മോനുമായി ഒരു ഫോട്ടോയിൽ പോലും ഒരുമിച്ചിരുന്ന് സന്തോഷിക്കുന്നത് നിനക്ക് ഇഷ്ടമല്ല. അങ്ങനെയൊന്നും പറയില്ലേ അമ്മ. കൊറേ നാളായി ഞാൻ നിന്നെ ശ്രദ്ധിക്കുക. പഴയതുപോലെയൊന്നും അല്ല നീ. എനിക്ക് ദോഷം വരുന്ന കാര്യങ്ങളല്ലാതെ ഇപ്പൊ നീ ഒന്നും ചെയ്യാറില്ല. ഗൗതമിനെ നിർമ്മലയുടെ അരികിലേക്ക് അങ്ങനെ കൊണ്ടുപോകരുതെന്ന് ഞാൻ പലവട്ടം നിന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ? എന്നിട്ട് നീ കേട്ടോ? ഇല്ല. ഓരോരോ കാര്യങ്ങളും കാരണങ്ങളും ഒപ്പിച്ച് നീ അവനെ നിർമ്മലയുടെ അരികിൽ എത്തിക്കുന്നു. അവളെ ചികിത്സിപ്പിക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്യുന്നു. നിന്റെ ഉദ്ദേശം വേറെ. എങ്ങനെയെങ്കിലും നിർമ്മലയാണ് പെറ്റമ്മയെന്ന് നിനക്ക് ഗൗതമിനെ അറിയിക്കണം. സത്യമല്ലേ ഞാൻ പറഞ്ഞത്? ഗൗതം എല്ലാം അറിഞ്ഞു കഴിഞ്ഞു എന്നുള്ള സത്യം ഈ പാവത്തിന് അറിയില്ലല്ലോ ഭഗവാന്. എന്റെ മക്കളെക്കാൾ ഞാൻ സ്നേഹിച്ചത് മരുമോളായ നിന്നെയാ. എന്റെ വാക്കുകൾക്ക് എതിർവാക്ക് പറഞ്ഞിട്ടില്ല നീ. എന്റെ ഇഷ്ടങ്ങൾക്ക് എതിര് നിന്നിട്ടില്ല നീ. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. നിനക്ക് പ്രിയം അവളോട്, ആ നിർമ്മലയോട്. ഞാനിപ്പോ 2ാം സ്ഥാനക്കാരിയായി. എന്നെ വേണ്ട നിനക്ക്. അബദ്ധത്തിൽ എന്റെ കയ്യിൽ നിന്ന് ഈ ഫോട്ടോ ഒന്ന് പൊട്ടിപ്പോയി. അതിനാണോ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ വെറുതെ പറയുന്നതല്ലോ. നീ ആഗ്രഹിക്കുന്നതെല്ലാം നീ നേടിയെടുത്തോണ്ടിരിക്കുക. ആ ശിവാനി ഇവിടേക്ക് തിരികെ കൊണ്ടുവരണമെന്ന് നീ വാശി പിടിച്ചു. ഞാൻ എതിർത്തിട്ട് പോലും നീ അത് സാധിച്ചെടുത്തില്ലേ? ഇനി നിന്റെ ലക്ഷ്യം എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഗൗതമിനെ എന്നിൽ നിന്ന് അകറ്റിയെടുത്ത് അവനെ കൊണ്ടുചെന്ന് നിർമ്മലയ്ക്ക് കൊടുക്കണം. അത് തന്നെയല്ലേ നിന്റെ ഉദ്ദേശം? ഉള്ളത് പറയാലോ നിധി. നീ എന്റെ മുന്നിൽ അഭിനയിക്കുക. സത്യമല്ലേ നിധി? എന്താണ് അമ്മായിയമ്മയ്ക്കും മരുമോൾക്കിടയില് എന്തോ ഒരു പ്രശ്നം? കാര്യങ്ങളൊക്കെ ഇവള് പറഞ്ഞു കാണുമല്ലോ നിന്നോട്. ഫ്രെയിം ചെയ്തു കൊണ്ടുവന്ന ഈ ഫോട്ടോ ഇവളായിട്ട് നിലത്തിട്ട് പൊട്ടിച്ചു. അമ്മേ, ഇത് മനഃപൂർവ്വം ചെയ്തതല്ലോ, ഒരു അബദ്ധത്തിൽ പറ്റിപ്പോയതല്ലേ? ആ, തെറ്റെന്റെ ഭാഗത്താ. ഫോട്ടോ ഫ്രെയിം ചെയ്തത് കൊണ്ടുവന്നിട്ടുണ്ട്. നീ പോയി അത് വാങ്ങിച്ചു നോക്കാൻ ഞാനാ നിധിയെ വിളിച്ചു പറഞ്ഞത്. എന്തായാലും പറ്റിപ്പോയി. ഈ ഫോട്ടോയ്ക്ക് അമ്മ എത്രത്തോളം വില കൊടുക്കുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം. വിഷമിക്കണ്ട. നാളെ തന്നെ ഓഫീസിൽ പോയില്ലെങ്കിൽ ശരി, ഇത് ഞാൻ ഫ്രെയിം ചെയ്ത് കൊണ്ടുവന്ന് അമ്മയുടെ കയ്യിൽ തന്നിരിക്കും. ഇനി ഇത് കൊണ്ടുപോയി ഫ്രെയിം ചെയ്ത് കൊണ്ടുവരുന്നത് വരെ കാത്തിരിക്കുന്ന എന്തിനാ? ഇതിന്റെ തന്നെ വേറൊരു കോപ്പി ഉണ്ടായിരുന്നില്ലേ? അത് നിധിയുടെ കയ്യിലിരിപ്പില്ലേ? അത് അതവിടെ മുറിയിലിരിപ്പുണ്ട് അല്ലേ നിധി? ഇരിപ്പുണ്ട്. എങ്കിലേ ഇത് ഫ്രെയിം ചെയ്ത് നിങ്ങൾ എടുത്തോ. വേഗം പോയി അവിടെ ഇരിക്കുന്ന ആ ഫോട്ടോ എടുത്തോണ്ട് വാ. എന്താ രണ്ടുപേരും പരസ്പരം നോക്കുന്നേ? നിധി, പോയാ അതിങ്ങ് എടുത്തോണ്ട് വാ. ചെല്ലേ. നിധി, വേണ്ട. ഒരേ ഫോട്ടോയുടെ 2 കോപ്പികളിൽ
അമ്മ ആദ്യം എടുത്ത ഫോട്ടോ ഇതാണ്. ഇക്കാര്യത്തില് എനിക്കൊരു വാശിയുണ്ട്. ഈ ഫോട്ടോ തന്നെ ഫ്രെയിം ചെയ്ത് അമ്മയുടെ ഈ മുറിയിൽ തൂക്കണം. നോക്കമ്മേ, ഇനി എന്റെ അമ്മയുടെ മുറിയിൽ തൂക്കേണ്ടത് ഈ ഫോട്ടോയാണ്. ഇത് തന്നെ ഞാൻ തൂക്കുകയും ചെയ്യും. വാ നിധി, ആ ഫോട്ടോ ഇവിടെ വാങ്ങിച്ചോ. ഫോട്ടോ ഇങ്ങി താ അമ്മ. നാളെ തന്നെ ഗൗതം ഇത് ഫ്രെയിം ചെയ്ത് കൊണ്ടുതരും. എത്രയൊക്കെ മാറിയെന്ന് പറഞ്ഞാലും നീ പഴയ പണി തന്നെ കാണിക്കും. അതെനിക്ക് നന്നായിട്ടറിയാം. അതല്ല നിന്റെ പഴയ ബുദ്ധിയായിട്ട് ഇറങ്ങാനാണ് ഉദ്ദേശമെങ്കിൽ വക്കീലന്മാരുടെ എഗ്രിമെന്റ് ഞാനങ്ങ് വലിച്ചീറി കളയും. വന്ന് കയറിയ ആദ്യ ദിവസം തന്നെ പ്രണവിന്റെ വായിലിരിക്കുന്ന മുഴുവൻ കേട്ടല്ലോ. സാരല്ല, 6 മാസം ഉണ്ടല്ലോ. അതിനൊക്കെ അവനെ ഞാൻ എന്റെ വരുതിയിൽ കൊണ്ടുവരും. ശിവാനി, ഈ സവാളയുടെ തൊലി ഒന്നെടുത്ത് ക്ലീൻ ചെയ്ത് വെച്ചേക്കണേ. ഇവളെന്നെ ഇവിടെ ഇട്ട് പണിയെടുപ്പിക്കാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നല്ലോ. ബുദ്ധിപൂർവ്വം നീങ്ങുന്നതായിരിക്കും നല്ലത്. നീ എന്താ ആലോചിക്കുന്നത്? അടുക്കളയിലേക്ക് വന്ന് എന്തെങ്കിലും ജോലികളൊക്കെ ചെയ്യണമെന്ന് ഞാനിപ്പോ വിചാരിച്ചതേ ഉള്ളൂ. പക്ഷെ ഞാൻ അടുക്കള കാര്യത്തിലൊക്കെ ഇടപെട്ട നിധിയും ആന്റിയും എന്നെ വഴക്ക് പറയുമെന്ന് പേടിച്ചിരിക്കായിരുന്നു ഞാൻ. ഇത് മുഴുവൻ ഇന്ന് വൈകുന്നേരത്തിനകം ഞാൻ ശരിയാക്കി തരാം. വൈകുന്നേരത്തിനകോ? ഇത് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് മുട്ട റോസ്റ്റ് ഉണ്ടാക്കാനുള്ളതാ. ഇപ്പൊ തന്നെ വേണം. ഇപ്പൊ വേണോ? ശരി, ഇപ്പൊ ശരിയാക്കി തരാം ഞാൻ. ഇപ്പൊ ക്ലീൻ ചെയ്ത് തരാവേ. മനുഷ്യന്റെ കണ്ണ് നീറി പണ്ടാരോടങ്ങുന്ന പണിയല്ലാതെ വേറെ ഒന്നും അവർക്ക് തരാൻ കണ്ടില്ല. നോക്ക് ശിവാനി, നിനക്ക് ഈ ജന്മം മുഴുവൻ പ്രണവിന്റെ കൂടെ ജീവിക്കാനാണ് ഉദ്ദേശമെങ്കിൽ അവൻ ഇഷ്ടപ്പെടുന്നത് പോലെ തന്നെ നീ പെരുമാറണം. പാറു അമ്മയും പാവോ, നീ നന്നായി എന്ന് ബോധ്യം വന്ന അമ്മയും നിന്നെ അംഗീകരിക്കും.